ഗൈസ്, നമ്മളന്ന് എന്താ സിനിമയ്ക്ക് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകുന്നു പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് അവിടെ അടിച്ച് പൊളിച്ച് പാർട്ടിയൊക്കെയായിരുന്നു. അപ്പം പിറ്റേ ദിവസം ഷിഫ്റ്റില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ കടന്ന് 8 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ആവുന്നത്. 8 മണി വരെ കിടന്ന് ഉറക്കമായിരുന്നു. എനിക്ക് എപ്പോഴും ഇത് സംഭവിക്കുന്നതാണ്. ആ ലൊക്കേഷൻ നോക്കാതെ ഷിഫ്റ്റില്ലെന്ന് പറഞ്ഞു പോകും. അവിടെ ചെല്ലുമ്പോൾ ചില ദിവസം ഷിഫ്റ്റ് അതിനടുത്ത് ഒരുങ്ങി കിട്ടി അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ഷിഫ്റ്റ് കാണത്തില്ലല്ലോ. എന്നിട്ട് ഞാൻ പേഴ്സണൽ കെയറും ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെ റൂമിൽ ആദ്യമേ നമ്മളെ ഫ്രണ്ട് ഒരു പുള്ളിക്കാരി വിട്ട് കൊട്ടി, എന്നിട്ട് എഴുന്നേച്ചില്ല. പിന്നെ വേറെ 2 പുള്ളിക്കാരെ വന്ന് വിളിച്ച് ഉണർത്തി. അങ്ങനെ എഴുന്നേച്ച് പോയി. ഷിഫ്റ്റില്ലെന്ന് പറഞ്ഞ് എൻജോയ്മെൻ്റ് അടിച്ച് കിടന്നുറങ്ങിയ 10 മണി മുതലേ കിടന്നുറങ്ങാൻ വിചാരിച്ചു. ഇങ്ങനെ മണിയോളി ഇനി അങ്ങോട്ട് അടുപ്പിച്ച് ഷിഫ്റ്റാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകും. നോക്കിക്കൊണ്ടിരിക്കുന്നത് പെടലി വിളിക്കും. അടുത്ത ഷിഫ്റ്റ് ആണെങ്കിൽ പോണം. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ആയിട്ട് റൂമിലോട്ട് വന്നു. എൻ്റെ അമ്പോ, നാട്ടിലണക്കത്തെ സെയിം വരില്ലേ? മുതുക്കാച്ചി വര് നാട്ടിലണക്ക തന്നെ സെയിം വരുമോ? എൻ്റെ അമ്പോ, പിൻപിരി വലി. അയ്യോ, അങ്ങനെ നമ്മളെ സാധനങ്ങൾ മേടിച്ച് നിറച്ചിട്ടുണ്ട്. ഇത് കവറിലിടലാണ്, പക്ഷെ പല പല കടയിലെ സാധനങ്ങളാണ്. ഇതൊക്കെ ഇന്ന് മേടിച്ച സാധനങ്ങളാണ്. ചുമ്മാ വീഡിയോ എടുത്താണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നതാണ് രസമുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെ വരുന്നില്ലേ വെജിറ്റബിൾസൊക്കെ. ഇതൊക്കെ ഉണ്ടാവും ഓരോന്നോരോന്ന് പാക്ക് ചെയ്ത് അങ്ങനത്തെ ഇട്ട് സെറ്റാക്കി. നമ്മൾ ആദ്യമേ ഇരിക്കും നമ്മളല്ല ഷേക്കിലൊക്കെ ഇടുന്ന ചെറിയ പഴം, പിന്നെ മറ്റേ കോണ്, മറ്റേ ലോറത്ത് ഇനത്തിലെ കോൺ, അത് ബ്രിഞ്ചാൾ, ഇതെല്ലാം ബ്രിഞ്ചാൾ. പിന്നെ ഇത് പടവലം, ഇഞ്ചി, പിന്നെ ഇതെന്ത് വരുന്നത് മറ്റേ മുഖത്തൊക്കെ തേക്കുന്ന ആ മഞ്ഞൾ, പിന്നെ ചീനി, ഇത് വീണ്ടും മറ്റേ ബ്രിഞ്ചാൾ. ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരു രസമുണ്ട്. ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്താണ്. പിന്നെ അതാണ്ടായി എന്താണ് മറ്റേ ചുമന്ന പയർ, തേങ്ങാപ്പൊടി പയർ, പിന്നെ കണ്ട മീൻ. ഇത് തമിഴ്നാട്ടിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നും കണ്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണ്. എന്തൊരു മീനാണ് ഇത്? ചൂരയോ ആയില്ലേ കണ്ട. പിന്നെ പിള്ളേക്ക് വേണ്ടി അടിച്ചാൽ ഗുലാബ് ജാമ്, എന്തോ സാധനം മറ്റെല്ലാം പാൽപ്പയുടെ ബർഫിയോ അങ്ങനത്തെ എന്താണ് സാധനം.